റെയിൽവേ പരീക്ഷകൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് റിവോൾട്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ കർഷക സമരങ്ങളായിക്കോട്ടെ, ട്രൈബൽ അപ്രൈസിങ്സ് ആയിക്കോട്ടെ, സിവിൽ അപ്രൈസിങ്സ് ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഏത് റിവോൾട്ടുകളിലും നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട 4 ഡയമെൻഷൻസ് ഉണ്ട്. 1 ടൈം ആൻഡ് പ്ലേസ്, ആ റിവോൾട്ട് നടന്ന സമയം, സ്ഥലം. 2 അതിന്റെ കാരണങ്ങൾ. 3 അതിന്റെ ലീഡേഴ്സ്. 4 മറ്റ് അനുബന്ധ ഫാക്റ്റുകൾ. ഈ 4 പെർസ്പെക്റ്റീവ്സിലൂടെ എങ്ങനെ ഒരു റിവോൾട്ടിനെ പഠിക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻഡിഗോ റിവോൾട്ട് 1859 ബംഗാളിൽ വെച്ചിട്ടാണ് ഇൻഡിഗോ റിബല്യൻ നടക്കുന്നത്. സമയം മനസ്സിലായി, സ്ഥലം മനസ്സിലായി. കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന തെങ്കത്തിയ സിസ്റ്റത്തിനെതിരെ കർഷകർ സംഘടിപ്പിച്ചൊരു പ്രക്ഷോഭമായിരുന്നു ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല തൊട്ട് മുന്നത്തെ വർഷം നടന്നിട്ടുള്ള സന്താൾ റിബല്യണും ഇപ്പായി ലഹളയും ഇൻഡിഗോ റിവോൾട്ടിലേക്ക് കർഷകരെ ഇൻസ്പയർ ചെയ്തിരുന്നു. ഇതിന്റെ മുഖ്യധാരയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ലീഡേഴ്സാണ് ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇൻഡിഗോ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ദീനബന്ധു മിത്ര രചിച്ചിട്ടുള്ള നീൽ ദർപ്പൺ വളരെ പോപ്പുലർ ആയിരുന്നു. വീക്കിലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ഹിന്ദു പാട്രിയോട്ടിനകത്ത് ഹരീഷ് ചന്ദ്ര മുഖർജി ഈ ഇൻഡിഗോ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു. 1862 പുറത്തിറങ്ങിയിട്ടുള്ള ബംഗാളി പത്രവും എന്ത് ചെയ്തിരുന്നു, ഇൻഡിഗോ റിവോൾട്ടിനകത്ത് സമരം നടത്തിയിട്ടുള്ള ഈ കർഷകരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ലേഖനങ്ങൾ സ്ഥിരമായിട്ട് എഴുതിയിരുന്നു. ഇതിന്റെ ആഫ്റ്റർ മാത്ത് എന്താണ്? റിവോൾട്ടിനെ പിന്നീട് ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യുകയും WC സെറ്റൻകാർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തിൽ ഇൻഡിഗോ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇൻഡിഗോ ആക്ട് ഓഫ് 1862 നിലവിൽ വന്നു. അതിലൂടെ കർഷകർക്ക് പാരിതോഷികം ലഭിക്കുകയും കർഷകരുടെ നേരിട്ടിരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു പരിധി വരെ ആ ആക്ടിന് സാധിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു ഇൻഡിഗോ റിവോൾട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. 1 ഹൂ റോട്ട് ദ ബുക്ക് നീൽ ദർപ്പൺ? ആരാണ് ദീനബന്ധു മിത്ര? അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ചെയർമാൻ ഓഫ് ഇൻഡിഗോ കമ്മീഷൻ? ആരാണ്? WS സെറ്റൻകാർ. അടുത്ത് വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് റിവോൾട്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ കൊച്ചു കൊച്ചു കമ്പാർട്ട്മെന്റുകളാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.